ഞാനിന്നൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. ആ വീഡിയോ ഏറ്റവും കൂടുതലും എനിക്ക് കാണാൻ സാധിച്ചത് ക്രിസംഗി പ്രൊഫൈലുകളിലാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഉസ്താദിനെ പോലെ തോന്നുന്ന ഒരുത്തൻ ഉസ്താദുമാർ ധരിക്കുന്നത് പോലെ വെള്ളത്തൊപ്പിയും വെള്ള വസ്ത്രവും അതോടൊപ്പം തലയിൽ ഇങ്ങനെ വെള്ള ഷോളൊക്കെ ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉസ്താദുമാർ സംസാരിക്കുന്ന രീതിയിൽ വളരെയധികം മോശമായിക്കൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, ആ ഇസ്ലാമിൻ്റെ പേരിൽ പച്ചക്കള്ളം ഇങ്ങനെ ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത്. ഈ വീഡിയോ ഏകദേശം ഒരു 5-5.5 മിനിറ്റോളം ദൈർഘ്യമുണ്ട്. പക്ഷേ ഇവൻ്റെ ഈ ഒരു വീഡിയോ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തുകൊണ്ട്, കണ്ടില്ലേ ഒരു ഉസ്താദ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടില്ലേ, ഇതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ സ്വഭാവം, തനി സ്വഭാവം, ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്നൊക്കെ തരത്തിലുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്താണ് നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസംഗികളും ഒക്കെ ഇത്തരത്തിലിത് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ ഇത്തരത്തിൽ കട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ ഫുൾ വീഡിയോ, അതിൻ്റെ മുഴുവൻ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. ഒരു മുസൽമാന് ഹലാലായിട്ടുള്ള 2 ജോലി മാത്രമാണ് ലോകത്തുള്ളത്: കൊല്ലുക, ചാകുക. ഇതല്ലാത്ത സകല ജോലിയും നിനക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നരകത്തിന് അവകാശികളായി തീരും. ഞാൻ പറയുന്നതല്ല, അള്ളാഹു വ്യക്തമായും ശക്തമായും ഖുർആനോട് പറയാം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്നത്ത് യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയഖ്ബലൂന. കൊല്ലുക, ചാകുക. കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവനാണ്. അവന്റെ ശരീരം, അവന്റെ താല്പര്യങ്ങൾ, അവന്റെ ഇച്ഛകൾ, അവന്റെ സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. വിൽക്കപ്പെട്ടവൻ, അവന് സ്വന്തമായിട്ടൊന്നുമില്ല, അവൻ്റെതെല്ലാം വിൽക്കപ്പെട്ട് കഴിഞ്ഞു. ദ മാൻ ഹു ഹാസ് ബീൻ സോൾഡ്, വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ. ഇപ്പം എനിക്ക് എൻ്റെ നാട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു. അവിടെ എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കും. കാരണം ഞാനത് വിറ്റു. അത് മറ്റൊരാൾ വിലക്കെടുത്തിരിക്കുകയാണ്. അവിടെ നമുക്കൊരു അവകാശവുമില്ല. ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതായ അള്ളാഹു തൂക്കി വിറ്റാൻ 100 രൂപ പോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ചിരിക്കാം. എന്തിനു പകരമായിട്ടാണ്? നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട്. അതാണ് നമ്മൾ ആദ്യം ഓതിയ ആയത്തിൽ നമ്മൾ കാണുന്നത്. ആയിഷാബിയുടെ ആടും ഫാത്തിമയുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന കുറച്ച് ആയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഓടുന്നത്. ഇവിടെ ഈ നമ്മുടെ MG ശ്രീകുമാർ പറയുന്ന പോലെ 10,000 രൂപയ്ക്കല്ല അള്ളാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത്. നിത്യമായ ഹൈടെക് സ്വർഗം. ഇവിടെ ഈ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയൊക്കെ കാണുന്ന ഒരു ഉണങ്ങിയ സ്വർഗം ഉണ്ടല്ലോ, അതല്ല. ഒരു ഹൈടെക് ബ്രോത്തൽ, ഒരു വേശ്യാലയം. വേശ്യാലയം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല. എന്നെപ്പോലുള്ള ആൾക്കറിയാം. തുറന്നു പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്, മോശമാണ് അവിടുത്തെ അവസ്ഥ. നമ്മൾ ഈ പറയുന്ന പോലെയൊന്നുമില്ല. കുറേ ഉണങ്ങിയ കുറേ പെണ്ണുങ്ങളുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത് അവിടെ ഫ്രഷ് സാധനങ്ങളാണ്, ആരും തൊട്ടിട്ടില്ലാത്തെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനോടുള്ള അള്ളാഹുവിൻ്റെ കരുതൽ നോക്കണം. നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും, ഇത് നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കാനല്ലല്ലോ ഖുർആൻ ഇറക്കിക്കുന്നത്. ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലെന്ന് ഉസ്താദിനോട് ചോദിച്ചോ, ഉസ്താദ് കറങ്ങുള്ളൂ. കാരണം എന്നാൽ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച്, അവരുടെ ശരീരത്തിന്റെ അവയവ രൂപങ്ങളെ കുറിച്ച് ഉസ്താദ് വ്യക്തമായിട്ട് പറയും. ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും തൊടാതെ. ഇവിടുത്തെ വേശ്യാലയങ്ങളൊക്കെ പരസ്യത്തിൽ ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനയൊക്കെ നമ്മൾ നടത്തുന്ന വേശ്യാലയങ്ങളൊന്നും കിട്ടില്ല. എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും മനോഹരമായ ഹൈടെക് വേശ്യാലയമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്ത്രീകൾ മാത്രമാണോ? അല്ല, ഇവിടത്തേക്ക് വേശ്യാലയങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ സ്ത്രീകളല്ലാതെ ഒന്നുമില്ല. നേരെ ഒരു ഭക്ഷണം പോലും. ഇപ്പം ഞാനൊക്കെ പറഞ്ഞാൽ രാവിലെ ഇരുന്നിട്ട് ഞാൻ ബെഡ് കാഫിയുടെ കൂടെ തന്നെ മട്ടൻ ബിരിയാണി കഴിക്കുന്നതാണ്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെ ചെന്ന നല്ല ഭക്ഷണമൊന്നുമില്ല. എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ? എന്നാൽ ഇവിടെ അള്ളാഹു ഇവിടെ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത് മദ്യപ്പുഴകളാണ്. അല്ലാതെ ഇവിടെ ബിവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല, ശുദ്ധമായ മദ്യം. അപ്പം ഞാൻ തന്നെ അവിടെ ഈ ഇസ്ലാം ആകെ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ മദ്യപ്പുഴകളുണ്ട്. കാരണം എനിക്ക് നീന്തൽ അറിയത്തില്ല. അപ്പം നീന്തൽ അറിയാതെ നമ്മൾ ഈ മദ്യപ്പുഴയിലോട്ട് ഇറങ്ങി ചത്തുപോകുന്ന പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പിന്നെ ഈ സ്വർഗത്തിൻ്റെ കാര്യം മാറ്റി വെച്ചത്. പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ച് വക്കവായി പത്രാവയൊക്കെ കണ്ടത് കൂടിയിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു. അപ്പോൾ അത്ര മനോഹരമായ ഇത് എത്ര കാലത്തേക്കാണ്? 1 വർഷത്തേക്കോ 11 മാസത്തെ എഗ്രിമെൻ്റ് അല്ല, 1 നൂറ്റാണ്ടല്ല. നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും. നിങ്ങൾ ഇത് പഴയ ജോസ് പ്രകാശിൻ്റെയും ബാലകൃഷ്ണ നായരുടെ ഒക്കെ പ്രോമിസാണ്. അങ്ങനെയല്ല. ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് പെണ്ണ് തരാം, കള്ള് തരാം, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ മുതലക്കുഞ്ഞുങ്ങൾക്കല്ല, മുതലക്കുഞ്ഞല്ല ഇവിടെ നിത്യമായ നരകത്തിലോട്ട് ഇട്ടുകൊള്ളെന്ന് പറഞ്ഞ സത്യസന്ധനായ ഒറ്റ അള്ളാഹു നമുക്കുള്ളൂ. ആ അള്ളാഹുവാണ് മുഹമ്മദ് സാഹിബിൻ്റെ കൊണ്ടനായ അള്ളാഹു.
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മുസൽമാനായ മനുഷ്യ, നീ ജോലി ചെയ്യുമ്പോഴും, നീ അധ്യാപകനാണെങ്കിലും, നീ എഞ്ചിനീയർ ആണെങ്കിലും, നീ ഡോക്ടറാണെങ്കിലും, നീ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിനക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, കൊല്ലുക, ചാകുക, ചാകുക, കൊല്ലുക. അതുകൊണ്ട് ഇനിയെങ്കിലും അള്ളാഹുവിൻ്റെ ഇച്ഛ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് തൗഫീഖ് നൽകിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കണ്ടില്ലേ, ഉസ്താദുമാർ ധരിക്കുന്ന വേഷം കെട്ടി ഇത്തരത്തിൽ ഇസ്ലാമിനെതിരെ പച്ചക്കള്ളം ഇവൻ പടച്ചുവിടുകയാണ്. ഇസ്ലാമിൽ ഹലാലായിക്കൊണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടത്രേ. ഒന്ന് കൊല്ലുക, പിന്നെ ഒന്ന് ചാവുക. നോക്കി, ഭൂമി ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അത് ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണെന്നും, ഒരു മനുഷ്യനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ അത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആ മഹത്തായ കാര്യം പഠിപ്പിക്കുന്ന ആ ഇസ്ലാമിനെതിരെയാണ് ഇവൻ ഇത്തരത്തിൽ ഈ പച്ചക്കള്ളം പടച്ചുവിടുന്നത്. നോക്കി, ഇവൻ നല്ല ഒന്നാന്തരം ഉടായിപ്പുകാരനാണ് എന്ന് ഇവൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, സാധാരണ ഉസ്താദുമാർ അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ അവർ താടി നീട്ടി വളർത്താറുണ്ട്, പക്ഷെ അവർ മീശ വളർത്താറില്ല. അതൊരു പ്രവാചക ചര്യയാണ്, മേൽചുണ്ടിന് താഴെ മീശ വളർത്താൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇവനാകട്ടെ താടിയും മീശയും ഒക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഇവൻ്റെ ഒരു ഉടായിപ്പുകാരനാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസംഘികളും, ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ടാണെന്നറിയില്ല, ഇവന്മാരെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ ഒരു സ്ഥാനം ഇങ്ങനെയൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമിനെ വിമർശിക്കേണ്ട എന്നും ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ഇസ്ലാമിക വിമർശനം നടത്താം, പക്ഷെ അത് സഭ്യമായ ഭാഷയിൽ, അത് മാന്യമായ രീതിയിലായിരിക്കണം. അല്ലാതെ ഇതുപോലെ ഉസ്താദന്മാരുടെ വേഷമൊക്കെ കെട്ടി മറ്റുള്ളവരിൽ കണ്ടില്ലേ ഒരു ഉസ്താദ് ഇങ്ങനെ പറയുന്നു എന്നുള്ള തരത്തിലേക്ക്, ആ ചിന്തയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഈ തെമ്മാടിത്തരങ്ങളിലൂടെ, ഈ മോശമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം ഇസ്ലാമിക വിമർശനം നടത്തേണ്ടത്. നോക്കി, ഇവന്മാർക്ക് നേരെ ചൊവ്വേ മാന്യമായിട്ട് നേർക്ക് നേരെ നിന്നുകൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്താൻ സാധിക്കാതെ പോയി അവസാനം സഹികെട്ട് ഇവന്മാർ ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. നേർക്ക് നേരെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ ഇത്തരം പരിപാടികളുമായിട്ടാണ് ഇവന്മാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ ലണ്ടനിൽ പോയി ഊക്കൊക്കെ വാങ്ങി എയറിലൊക്കെ പോയി അവസാനം ഇപ്പോഴും താഴേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പോയിട്ട് താൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച് അവിടെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവർ തിരിച്ചാ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ലാതെ അവസാനം നെറ്റില്ല എന്നൊക്കെ പറഞ്ഞ്, അവിടെ ഇൻ്റർനെറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് നാണം കെട്ട് തലകുനിച്ച് തിരിച്ചു മടങ്ങേണ്ടി വന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവന്മാരുടെ അവസ്ഥ. നേർക്ക് നേരെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംവാദം നടത്താൻ ഇവന്മാർക്ക് നട്ടിലില്ല. എന്നിട്ട് അവസാനം ഇതുപോലെ വേഷം കെട്ടിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ വ്യാപകമായി ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പിന്നീട് ഇവന്മാരുടെ മാർഗമെന്ന് പറയുന്നത്. ഇവൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സംഘികളും ക്രിസംഘികളും ഒക്കെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവനെ പിടിക്കണം, ഇവനെ അറസ്റ്റ് ചെയ്യണം, കണ്ടില്ലേ കൊല്ലുക, ചാവുക എന്നൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇവനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകളൊക്കെ ഇങ്ങനെ ഇടുന്നത് കാണാൻ സാധിച്ചു. അവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞതുപോലെ എത്രയും വേഗം ഇവനെ പിടികൂടണം. ഇവൻ എവിടെയുള്ളവനായിരുന്നാലും ആരായിരുന്നാലും എത്രയും വേഗം പിടികൂടണം. ഇനിയിപ്പോൾ പിടികൂടി കഴിഞ്ഞാൽ അവസാനം ഇവൻ മാനസിക രോഗിയായി മാറുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രയും വേഗം പിടികൂടിയാൽ ഇവൻ ആരാണ് എന്താണ് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. അതുപോലെ കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, എത്രയും വേഗം നിങ്ങൾക്ക് ഇവനെതിരെ പരാതി കൊടുക്കുക. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു ഉസ്താദിൻ്റെ വേഷം കെട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ രീതിയിലൊക്കെ വളരെയധികം മോശമായി കൊണ്ട് സംസാരിക്കുന്നത്. കാരണം നല്ലവരായ ഇതരമരസ്ഥരായ ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിൽ സ്വാഭാവികമായിട്ടും അവരെന്തായിരിക്കും ചിന്തിക്കുക? കണ്ടില്ലേ ഒരു ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ, ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ അവർ വളരെയധികം മറ്റുള്ള ഉസ്താദുമാരെയും അതോടൊപ്പം ഇസ്ലാമിനെയും ഒക്കെ ആ തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ അത് കാരണമായി മാറും. അതുകൊണ്ട് ഇതുപോലെയുള്ളവന്മാർ ഇത്തരത്തിൽ വേഷം കെട്ടിക്കൊണ്ട് ഇത്തരത്തിൽ വളരെയധികം മോശമായ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവന്മാർക്കെതിരെ കർശനമായ നടപടികൾ എത്രയും വേഗം സ്വീകരിക്കേണ്ടതുണ്ട്.